ഹലോ, പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും ഞാൻ ഇന്ന് ഹെയർ ഓയിൽ തയ്യാറാക്കുകയാണ്. കണ്ണൊന്നും തെറ്റാതെയും മനസ്സൊന്നും പതറാതെയും 3 ദിവസമെടുത്ത് ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ എണ്ണ കാച്ചുന്ന ശരിയായ രീതി കണ്ടു മനസ്സിലാക്കാം. മരുന്നിന്റെ കൂട്ടെല്ലാം തയ്യാറാക്കി അടുപ്പിന് തീ പിടിപ്പിച്ചു. ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ ഇവിടെ 1/2 ലിറ്റർ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ആകെ 3 ലിറ്റർ എണ്ണയാണ് കാച്ചിയെടുക്കുന്നത്. ഈ 3 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് വേണ്ട 21 കൂട്ടം മരുന്നുകൾ എത്രയൊക്കെ അളവിൽ എടുക്കണമെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ പൂർണ്ണമായി കണ്ടെങ്കിൽ മാത്രമേ മരുന്നുകൾ ഏതൊക്കെയാണെന്നും അത് എത്ര അളവിലൊക്കെ എടുക്കണമെന്നും അതുപോലെ നമ്മൾ എണ്ണ എപ്പോഴൊക്കെയാണ് ഘട്ടഘട്ടമായി ചേർത്ത് കൊടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ കേട്ടോ. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. കീഴാർ നെല്ലി തലമുടി കരുത്തോടെ നീളത്തിൽ വളരുവാൻ സഹായിക്കുന്നു. അതുപോലെ തലയിലെ താരൻ പൂർണ്ണമായും മാറ്റുവാൻ ഈ മരുന്ന് വളരെ നല്ലതാണ്. കറ്റാർ വാഴ സ്കാൽപ്പിലെയും തലമുടിയിലെയും ഈർപ്പം ബാലൻസ് ചെയ്യുന്നു. അകാലനര തടയുന്നു. അതുപോലെ തലമുടിക്ക് നല്ല കറുപ്പ് നിറം പ്രദാനം ചെയ്യുന്നു. തലമുടി നീളത്തിൽ വളരുവാനും സഹായിക്കുന്നു. കരിനെച്ചി ഷോൾഡർ പെയിൻ, നീർക്കെട്ട്, തലവേദന ഉള്ളവരെല്ലാം കരിനെച്ചില എണ്ണയിൽ ചേർത്ത് കാച്ചിയാൽ ഇത് വളരെ നല്ലതാണ്. വേദനകളൊക്കെ പരിഹരിക്കും. തുമ്പ സൈനസൈറ്റിസിനെ പരിഹരിക്കുന്നു. ആവണക്കിന്റെ ഇല തലമുടി വളർച്ചയ്ക്ക് പെരുമ കേട്ടതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബ്രഹ്മി തലമുടി നരയ്ക്കാതിരിക്കുവാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. അതുപോലെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുവാനും ബ്രഹ്മി നല്ലതാണ്. കയ്യോന്നി തലമുടി കറുത്ത് തഴച്ചു വളരുവാൻ സഹായിക്കുന്നു. അകാല നരയെ ചെറുക്കുന്നു. ശിരസിന് നല്ല തണുപ്പ് നൽകുന്നു. അതുപോലെ നല്ല ഉറക്കം പ്രദാനം ചെയ്യുന്നു. കയ്യോന്നി നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഹെയർ ഓയിലിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുയൽ ചെവിയൻ ചുമയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒറ്റമൂലിയായി അറിയപ്പെടുന്നു. എണ്ണയിൽ ചേർക്കുന്നത് കൊണ്ട് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊന്നും വരാതിരിക്കുവാൻ സഹായിക്കുന്നു. പനിക്കൂർക്ക പനിയും നിർദോഷവും ഒന്നും പെട്ടെന്ന് പിടിപെടാതിരിക്കുവാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ എണ്ണ കൊച്ചു കുട്ടികൾക്ക് വരെ ഉപയോഗിച്ചു തുടങ്ങാം. തുളസി തലയിലെ താരനും ചൊറിച്ചിലും പരിഹരിക്കുന്നു. അതോടൊപ്പം പനിയോ ചുമയോ നിർദോഷമോ ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. തുളസിയില എല്ലാ കാച്ചെണ്ണയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പൂവാങ്കുരുന്നിലയും പനിയും നിർദോഷവും ചുമയും ഒക്കെ വരുന്നത് തടയുന്നു. നിലനാരകം ആസ്മ, അലർജി, ചുമ തുടങ്ങിയ അസുഖങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നു. ഈ നിലനാരകമൊന്നും നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറച്ച് മരുന്നുകൾ ഞാനും മോനും കൂടെ കുറെ ദൂരം പോയാണ് കേട്ടോ പറിച്ചു കൊണ്ടുവന്നത്. കാട്ടുചെത്തിപ്പൂവ് ഉയർന്ന പറമ്പുകളിലൊക്കെ പൊക്കം കുറഞ്ഞ് ചെറിയ ഇലകളോടുകൂടി കാണുന്ന ചെത്തിയാണിത്. ചുവന്ന പഴങ്ങളും ധാരാളമായി കാണാം. നീരിറക്കവും പനിയൊന്നും ഉണ്ടാകാതിരിക്കാനാണ് എണ്ണയിൽ ചേർത്ത് കൊടുക്കുന്നത്. ചെമ്പരത്തിപ്പൂവ് അകാലനര തടയുവാനും തലമുടി തഴച്ചു വളരുവാനും ചെമ്പരത്തിപ്പൂവും ഹെയർ ഓയിലിൽ ചേർത്ത് കൊടുക്കാം. 5 ഇതളുള്ള നാടൻ ചെമ്പരത്തിപ്പൂവും മൊട്ടും ഉപയോഗപ്രദമാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണയിൽ 5 ചെമ്പരത്തി എന്ന കണക്കിന് 3 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 15 ചെമ്പരത്തിപ്പൂവ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചി നരച്ച തലമുടിക്ക് പോലും സ്വാഭാവികമായി നിറം നൽകുന്നു. അകാലനര തടയുന്നു. തലമുടിക്ക് തിളക്കവും മിനുസവും നൽകുന്നു. കറിവേപ്പില അകാലനര തടയുന്നു. തലമുടിക്ക് കറുപ്പ് നിറം നൽകുന്നു. തലമുടി നല്ല രീതിയിൽ തഴച്ചു വളരുവാൻ സഹായിക്കുന്നു. മുക്കുറ്റി ചെസ്റ്റ് ഇൻഫെക്ഷനും കഫക്കെട്ട് കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നു. നെല്ലിക്ക അകാലനര തടയുന്നു. തലമുടിക്ക് കറുപ്പ് നിറം നൽകുന്നു. നല്ല രീതിയിൽ തലമുടി തഴച്ചു വളരുവാനായിട്ട് സഹായിക്കുന്നു. നീലയമരി അകാലനര തടയുന്നു. തലമുടിക്ക് കറുപ്പ് നിറം നൽകുന്നു. നല്ല കറുപ്പ് നിമിടമായിട്ട് തലമുടി വളരുവാൻ സഹായിക്കുന്നു. ആകെ 21 കൂട്ടം മരുന്നുകളാണുള്ളത്. അതിൽ 19 കൂട്ടം മരുന്നുകളും ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ ഒരു പരുവമാകുമ്പോഴേക്കും വേറെ 2 കൂട്ടം മരുന്നുകൾ ചേർക്കാനുണ്ട്. അവസാനം എണ്ണ വാങ്ങി വെക്കുമ്പോൾ മേൽപ്പൊടിയായിട്ട് ഒരു മരുന്ന് കൂടെ ചേർത്താണ് എടുക്കുന്നത്. അത് നമ്മൾ മരുന്നിന്റെ എണ്ണത്തിൽ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഈ 19 കൂട്ടം മരുന്നുകൾ ഞാൻ പരിചയപ്പെടുത്തിയതിൽ കുറച്ച് മരുന്നുകൾ നമ്മൾ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. അതായത് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് അരിച്ച്
എടുത്ത് അതിന്റെ കീടനൊക്കെ മാറ്റി അരിച്ചെടുത്ത ആ നീരിൽ വേറെ കുറച്ച് പച്ചമരുന്നുകൾ അരച്ചെടുത്തിട്ടാണ് നമ്മൾ എണ്ണയിൽ ചേർത്ത് കാച്ചെടുക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. 13 കൂട്ടം മരുന്നുകൾ മിക്സിയിൽ അരച്ചെടുത്തിട്ട് നല്ല രീതിയിൽ അരിപ്പ ഉപയോഗിച്ച് അതിന്റെ നീര് അരിച്ചെടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മരുന്നുകൾ കയ്യോന്നി, മൈലാഞ്ചി, കറിവേപ്പില, തുളസിയില, തുമ്പ, കരിനച്ചിയില, മുക്കുറ്റി, പൂവാങ്കുരുന്നില, ആവണക്കിന്റെ ഇല, നിലനാരകം, പനിക്കൂർക്കയില, കീഴാർനെല്ലി, നെല്ലിക്ക എന്നിവയാണ് കേട്ടോ. ഇവയുടെ നീരെല്ലാം നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ട് ആ അരിച്ചെടുത്ത നീര് ഉപയോഗിച്ച് നമുക്ക് ബ്രഹ്മി, കറ്റാർവാഴ, ചെമ്പരത്തിപ്പൂവ്, ചെത്തിപ്പൂവ്, നീലയമരി എന്നിവയെല്ലാം നല്ല രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും തരിതരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത മരുന്ന് നമ്മൾ ആദ്യം പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മരുന്നുണ്ടല്ലോ, അതും കൂടെ ഒന്നിച്ച് തന്നെ ആക്കി വെക്കാം കേട്ടോ. അപ്പൊ കറ്റാർവാഴ അരച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, അത് നമ്മൾ അരിപ്പിലൂടെ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ കുറച്ച് തരിതരിയൊക്കെ കിടക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ മരുന്ന് കൂട്ടെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചതിന് ശേഷം നല്ല കുളിച്ച് വൃത്തിയായി നല്ല ശുദ്ധിയായിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ എണ്ണ കാച്ചുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് തീ പിടിപ്പിച്ച് ചട്ടി ചൂടായപ്പോൾ 1/2 ലിറ്റർ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ മാത്രമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 3 ലിറ്റർ എണ്ണ ഉണ്ടാക്കുന്ന വിധമാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെ മരുന്നൊക്കെ ഒഴിച്ച് അതിങ്ങനെ കണ്ട കുറുകി വരുന്നത്. അപ്പോൾ കുറുകി വരിക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തീയൊന്നും ഇടണ്ട, ചെറിയ തീ മാത്രം ഇട്ട് ഈ അടുപ്പ് ഇങ്ങനെ കത്തിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു തീക്കനലിന്റെ ചൂട് കൊണ്ടിട്ടാണ് നമ്മുടെ എണ്ണ പാകമായി വരേണ്ടത്. അങ്ങനെ സമയങ്ങൾ എടുക്കും. അങ്ങനെ വൈകിട്ട് ഒരു 6 മണിക്ക് അടപ്പത്ത് വെച്ച എണ്ണ ഒരു രാത്രി 11 മണിയോടെ ആയപ്പോഴേക്ക് ഈ ഒരു ചെളി പരുവത്തിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, ബാക്കി 1.5 ലിറ്റർ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു. 1 ലിറ്റർ എണ്ണ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ മൊത്തം ഇപ്പൊ 2 ലിറ്റർ എണ്ണയാണ് കേട്ടോ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ തീയെല്ലാം കിടത്തി ആ കനലെല്ലാം ആറിക്കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി വെച്ചിരുന്നു. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഈ എണ്ണച്ചട്ടി അടപ്പത്ത് വെച്ച് ചൂടാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് എണ്ണയുമായി കിടന്ന് ശരിക്കും മരുന്നിന്റെ ഗുണങ്ങൾ എണ്ണയിലോട്ട് ഇറങ്ങി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത്. രണ്ടാമത്തെ ദിവസവും നമ്മൾ അധികം ഒന്നും തീയിടാതെ തന്നെ ഒരു തിളയൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം തീയിടാതെ ചെറു തീയിൽ മാത്രമാണ് കേട്ടോ ഈ എണ്ണ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ചെറിയ തിള വന്ന് കിടക്കുന്ന ഈ ഒരു പരുവത്തിൽ നമ്മളിങ്ങനെ അടിക്കൊന്നും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ എണ്ണ മുറുകി വരുന്നതായിട്ടുള്ള ഒരു സമയത്ത്, അതായത് കുറച്ചുകൂടെ ഒരു മണൽപ്പരിവ് ആവാനുണ്ട്. അപ്പൊ അതിന് മുന്നേ നമ്മൾ കരിഞ്ചീരകവും ഉലുവയും കുരുമുളകും കൂടെ പൊടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കുരുമുളക് ശരിക്കും പൊടിക്കണ്ട, കരിഞ്ചീരകവും ഉലുവയും ഒരുമാതിരി പൊടിയാട്ടോ. അപ്പൊ കരിഞ്ചീരകം തലമുടി വളർച്ചയ്ക്ക് പേര് കേട്ടതാണ്. കരുത്തോടെയും അതുപോലെ നല്ല ഉള്ളോടുകൂടിയും തലമുടി വളരുവാനായിട്ട് കരിഞ്ചീരകം സഹായിക്കും. ഉലുവയാണെങ്കിൽ തലമുടി എല്ലാം പൊഴിച്ചിലെല്ലാം മാറി നല്ല രീതിയിൽ വളരുവാൻ സഹായിക്കും. തലമുടിയുടെ കേടുപാടുകൾ പരിഹരിക്കാനായിട്ട് ഉലുവ വളരെ നല്ലതാണ്. അപ്പൊ ഇതെല്ലാം ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ഇങ്ങനെ ഈ പൊടിച്ച ഈ മരുന്നുകളൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും എണ്ണ മുറുകി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എണ്ണയ്ക്ക് നമ്മളിപ്പോൾ തീയിട്ടിട്ടില്ല, അടുപ്പിന്റെ ചൂടിൽ മാത്രമാണ് കേട്ടോ കിടക്കുന്നത്. ഈ അടുപ്പിന്റെ ചൂട് കൊണ്ടാണ് ഈ ഉലുവയും കരിഞ്ചീരകവും പാകമായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ 2ാമത്തെ ദിവസവും തീ അണച്ചിട്ടു. പിന്നെ ഇത് 3ാമത്തെ ദിവസമാണ് കേട്ടോ, അതിനടുത്ത ദിവസമാണ്. അപ്പൊ അമ്മച്ചിയുടെ മുടി കണ്ട, അമ്മച്ചിക്ക് 75 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസമാണ്, 3ാം ദിവസമാണ് നമ്മൾ ഈ എണ്ണ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. എല്ലാത്തിനും ഞാൻ എൻ്റെ ഈ അരിപ്പ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കഴുകി വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയതായിരിക്കണം, നനവൊന്നും പാടില്ല. പാത്രങ്ങളെല്ലാം നല്ല ഉണങ്ങിയതായിരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ അരിച്ചെടുത്തിട്ട് പിന്നെയും വേറൊരു അരിപ്പിലൂടെ അരിച്ചെടുത്ത് നമ്മളിങ്ങനെ ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇത് കൂടാതെ ഇനി നമ്മൾ തുണിയിൽ അരിച്ചെടുക്കണം. അത് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ മരുന്ന് ഇരുന്ന് അതിന്റെ എന്താ പറയാ, അതിന്റെ കീടനൊക്കെ അടിയിലോട്ട് കുറച്ചുകൂടെ ഊറി വരും. അപ്പൊ നമ്മൾ കുറെയൊക്കെ നമുക്കിങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ നമുക്ക് മട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ തെളിയായിട്ട് എണ്ണ ഊറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ എണ്ണയുടെ പരുവം ഈ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുപ്പിയിൽ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. എണ്ണ കാച്ചുന്ന വിധമൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ.
അപ്പോൾ ആര് ഹറിബറി പിടിച്ച് എണ്ണ കാച്ചിയെടുക്കരുത്. സമയമെടുത്ത് വിധിപ്രകാരം തന്നെ കാച്ചിയെടുക്കണം കേട്ടോ. അതായത് ഗുണമേന്മയുള്ള എണ്ണയാണെങ്കിൽ തന്നെ നമ്മുടെ തലമുടിയുടെ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കും. നമ്മൾ കുറെ മരുന്നുകൾ ഇട്ടിട്ട് എണ്ണ കേട് ആകുന്ന രീതിയിൽ അത് കാച്ചിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗുണവും നമുക്ക് ലഭിക്കില്ല കേട്ടോ. അപ്പോൾ ഇനി മുതൽ എല്ലാവരും എണ്ണ കാച്ചുമ്പോൾ ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനി മുതലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. താങ്ക്